ലുലു എന്ന പേര് കേട്ടാൽ എല്ലാവരും ഓർക്കുന്ന ഒരാളുണ്ട്, യൂസഫ് അലി. ഏത് രാജ്യത്ത് പോയാലും അവിടെ ഒരു ലുലു സ്ഥാപനമുണ്ടാകും. സ്ഥാപനം മാത്രമല്ല, മലയാളിക്കോ ഇന്ത്യക്കാരനോ ഒരു ആവശ്യം വന്നാൽ എം.എ. യൂസഫ് അലി എന്ന മനുഷ്യൻ വിളിക്കാതെ തന്നെ ഓടിയെത്തും. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയമന്ത്രവും. എം.എ. യൂസഫ് അലി നയിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ പുതിയ വാർത്തകൾ എല്ലാ മലയാളിക്കും അഭിമാനം പകരുന്നതാണ്. ലുലു ഗൾഫ് മേഖലയിലെ വലിയൊരു നീക്കത്തിന് തുടക്കമിടാൻ തയ്യാറാകുന്നത് കേരളത്തിനും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. റീറ്റെയിൽ ഭീമനായ ലുലു ഗ്രൂപ്പ് അവരുടെ IPO ഒക്ടോബർ അവസാന വാരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. IPOയിൽ കമ്പനിയുടെ ഓഹരി പൊതുജനങ്ങൾക്ക് വാങ്ങാനുള്ള അവസരമുണ്ടാകും. ഗൾഫ് മേഖലയിൽ വലിയൊരു തുക സമാഹരിക്കാൻ കൂടിയാണ് ലുലു ഗ്രൂപ്പ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന IPO തുടക്കമിടുന്നത്. വലിയ പ്ലാൻ ഇതിലൂടെ ലുലു ഗ്രൂപ്പ് മുന്നിൽ കാണുന്നുണ്ട്. പ്രാരംഭ ഓഹരി വിൽപ്പന ഒക്ടോബർ അവസാന ആഴ്ചയിലോ നവംബറിലോ നടക്കുമെന്നാണ് പ്രതീക്ഷ. UAE അബുദാബി ആസ്ഥാനമായി പ്രവർത്തിപ്പിക്കുന്ന ലുലു ഗ്രൂപ്പ് 150 കോടി മുതൽ $185 കോടി വരെ IPO വഴി സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗൾഫ് മാധ്യമമായ സോയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സൗദി അറേബ്യൻ ഓഹരി വിപണിയായ തദാവൂളിലുമായി ഇരട്ട ലിസ്റ്റിംഗ് ആണ് ലുലു ഗ്രൂപ്പ് ആലോചിക്കുന്നത്. IPOയുടെ നടപടിക്രമങ്ങൾ നിർവഹിക്കാനായി ലുലു ഗ്രൂപ്പ് എമിറേറ്റ്സ്, NBD ക്യാപിറ്റൽ, HSBC ഹോൾഡിംഗ്സ്, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, സിറ്റി ഗ്രൂപ്പ് എന്നിവ നിയമിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ലുലു ഗ്രൂപ്പ് IPOയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. UAEയും സൗദി അറേബ്യയും ഉൾക്കൊള്ളുന്ന GCC നോർത്ത് ആഫ്രിക്കൻ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിലർ IPO എന്ന റെക്കോർഡാണ് ലുലു ഗ്രൂപ്പ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. UAEയിൽ ഇതുവരെയുള്ള റീറ്റെയിലർ IPOകളിൽ ഏറ്റവും വലുതിനേക്കാൾ 4 മുതൽ 5 മടങ്ങ് വരെ ഉയർന്നതായിരിക്കും ലുലുവിന്റെ IPO എന്നും റിപ്പോർട്ടിൽ പറയുന്നു. GCCക്ക് പുറമെ ഇന്ത്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി 260-ലധികം ഹൈപ്പർ മാർക്കറ്റുകളും 20-ലധികം ഷോപ്പിംഗ് മാളുകളും റീറ്റെയിൽ ശൃംഖലയാണ് ലുലു ഗ്രൂപ്പ്. UAEയിലും ഒമാനിലും പ്രീമിയം സൂപ്പർമാർക്കറ്റ് ശൃംഖലയുള്ള സ്പീനിസ് കഴിഞ്ഞ ഏപ്രിലിൽ $37.5 കോടി IPO സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 1900 കോടി ഓഹരിക്കുള്ള അപേക്ഷകൾ സ്പീനിസിന് ലഭിച്ചു. ഇതിനേക്കാൾ വലിയ സ്വീകാര്യത ലുലുവിന്റെ IPOയ്ക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. 2 വർഷമായി പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്കുള്ള ഒരുക്കങ്ങൾ ലുലു ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. IPOയുടെ ധനകാര്യ ഉപദേശകരായ മോലിസ് ആൻഡ് കോയെ 2022 ലുലു ഗ്രൂപ്പിൽ തിരഞ്ഞെടുത്തു. അബുദാബി സർക്കാരിന് കീഴിലെ നിക്ഷേപ സ്ഥാപനമായ എഡിക്യു 2020 ലുലു ഗ്രൂപ്പിൽ $100 കോടി നിക്ഷേപം നടത്തി 20% ഓഹരികൾ സ്വന്തമാക്കിയിരുന്നു. ലുലുവിന്റെ ഈജിപ്തിലെ വികസന പദ്ധതികൾക്ക് നിക്ഷേപം ഉറപ്പിക്കാനായിരുന്നു ഇത്. IPOയ്ക്ക് മുന്നോടിയെന്നോണം 1000 കോടി ദിർഹം സമാഹരിച്ച് കടങ്ങൾ പുനർക്രമീകരിക്കാൻ ലുലു ഗ്രൂപ്പ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ 2023 ഓഗസ്റ്റിൽ വന്നിരുന്നു. GCCക്കും ഈജിപ്തിനു പുറമെ നിരവധി രാജ്യങ്ങളിലായി 80-ലധികം ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കാൻ ഈ സമാഹരണം സഹായിക്കുമെന്നും കമ്പനി വിലയിരുത്തുന്നു.